കൊല്ലം തേവലക്കരയിൽ വയോധികയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ മരുമകൾ മഞ്ജു തോമസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ 6.5 വർഷമായി മരുമകൾ മർദ്ദിക്കാറുണ്ടെന്ന് ഏലിയാമ്മ വെളിപ്പെടുത്തി. തന്നെ മാത്രമല്ല മകനെയും മർദ്ദിക്കാറുണ്ടെന്നും ഏലിയാമ്മ പറഞ്ഞു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കൊല്ലം തേവലക്കരയിൽ വയോധികയെ മരുമകൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുമായി വയോധിക രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 6.5 വർഷമായി തുടർച്ചയായി മരുമകൾ മഞ്ജുമോൾ തന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നാണ് ഏലിയമ്മ വർഗീസ് എന്ന 80 വയസ്സുകാരി പോലീസിനോടക്കം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും മഞ്ജുമോൾ അറസ്റ്റിലാകുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വയോധിക രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ മകൻ ജെയ്സ് വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ഹയർ സെക്കൻഡറി അധ്യാപികയായ മഞ്ജുമോൾ തന്നെ മർദ്ദിച്ചിരുന്നതെന്നാണ് പോലീസിനോട് വയോധിക നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ. സ്ഥലത്തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നും പോലീസിന് അവർ മൊഴി നൽകിയിട്ടുണ്ട്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി മഞ്ജുമോൾക്കെതിരെ പോലീസ് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്. ഇവരുടെ മക്കളെ അടക്കം ബന്ധുക്കളുടെ സംരക്ഷണത്തിൽ വിട്ടു നൽകിയിരിക്കുകയുമാണ്. എന്തായാലും കഴിഞ്ഞ 4.5 മാസം മുമ്പ് വയോധികയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ എടുത്തതിന് ശേഷവും ഇതേ കാരണം പറഞ്ഞ് ഈ 80 വയസ്സുകാരിയെ മഞ്ജുമോൾ തോമസ് എന്ന ഹയർ സെക്കൻഡറി അധ്യാപിക മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അയൽവാസികളിൽ നിന്നടക്കം വിവരങ്ങൾ ചോദിച്ചറിയുന്നതും. എന്തായാലും ഈ ഭൂമി തർക്കമാണ് ഇത്തരത്തിൽ ഈ വയോധികയെ ക്രൂരമായി മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് പോലീസിന് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ലഭ്യമായിരിക്കുന്ന സൂചനകൾ. എന്തായാലും വയോധിക നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മഞ്ജുമോൾ തോമസിനെ വീണ്ടും വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഈ കസേരയിലിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ വയോധികയെ മറിച്ചിടുന്നതും തുടർന്ന് കാൽകൊണ്ട് ചവിട്ടി മർദ്ദിക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ വീട്ടിൽ പതിവായിരുന്നുവെന്നാണ് ഈ വയോധിക പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മകൻ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് തന്റെ മരുമകൾ കടന്നിരുന്നത്. മകൻ ജെയ്സ്മോനെയും സമാനമായ രീതിയിൽ മഞ്ജുമോൾ തോമസ് മർദ്ദിക്കാനുണ്ടായിരുന്നുവെന്നും പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് 80 വയസ്സുകാരിയായ ഏലിയമ്മ വർഗീസ്.